നമസ്കാരം. ജീവന്റെ നൂൺ എഡിഷൻ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറെന്ന് CBI. പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്ന SITക്ക് മൊഴി നൽകി വ്യവസായി. നടിയെ ആക്രമിച്ച കേസ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ അപ്പീൽ നൽകാൻ ഉത്തരവിട്ട് സർക്കാർ. ഡിജിറ്റൽ തെളിവുകൾ നിർണായകമെന്ന് പ്രോസിക്യൂഷൻ. NDA മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പുകഴ്ത്തി ശശി തരൂർ. ബീഹാറിൽ വികസന കുതിപ്പ്. വിവാദ പ്രസ്താവന നിതീഷ് സർക്കാരിനെതിരെ കോൺഗ്രസ് സമരം ശക്തമാക്കുന്നതിനിടെ ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടെന്ന് ആവർത്തിച്ച ട്രംപ്. 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു. തായ്ലൻഡ് കംബോഡിയ പ്രശ്നം പരിഹരിച്ചെന്നും US പ്രസിഡന്റ്. ബംഗ്ലാദേശിൽ കലാപം രൂക്ഷം. യുദ്ധക്കളമായി തെരുവുകൾ. ബംഗ്ലാദേശിലേക്ക് മടങ്ങില്ലെന്ന് ഷെയ്ഖ് ഹസീന. രാഷ്ട്രീയ ഹത്യയ്ക്ക് അവസരമൊരുക്കില്ലെന്നും മുൻ പ്രധാനമന്ത്രി. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചമഞ്ഞത് മറ്റുള്ളവരുടെ പണത്തിലാണെന്നും ഇടനില നിന്നാണ് തട്ടിപ്പ് നടത്തിയതെന്നും കണ്ടെത്തി. അതേസമയം കേസിൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചു. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി നൽകിയത് 1.5 കോടി രൂപയാണ്. ചെന്നൈ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ വ്യാപാരികളും പോറ്റി വഴി ദേവസ്വം ബോർഡിന് പണം നൽകി. വ്യവസായികൾ നൽകിയ പണം ഉണ്ണികൃഷ്ണൻ പോറ്റി വകമാറ്റി ചെലവഴിച്ചു. ഈ പണം പലിശയ്ക്ക് നൽകിയാണ് പോറ്റി പണക്കാരനായതെന്നാണ് വിവരം. ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്ന് തമിഴ്നാട്ടിലെ വ്യവസായി D മണി മൊഴി നൽകി. 2019-2020 കാലയളവിലാണ് 4 വിഗ്രഹങ്ങൾ കടത്തിയത്. പണം കൈമാറിയത് 2020 ഒക്ടോബർ 26-നാണെന്നും പണം വാങ്ങിയത് ശബരിമലയുമായി ബന്ധമുള്ള ഉന്നതനാണെന്നും വ്യവസായിയുടെ മൊഴിയിൽ പറയുന്നു. ചെന്നൈയിലുള്ളയാളും ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയിലെ ഉന്നത ബന്ധമുള്ള വ്യക്തിയും തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലെത്തി കച്ചവടം ഉറപ്പിച്ച് പണം കൈമാറുകയും തുടർന്ന് 4 ഘട്ടങ്ങളായി പഞ്ചലോക വിഗ്രഹങ്ങൾ കൈമാറിയെന്നുമാണ് മൊഴി. ഇവർ 3 പേരും ഹോട്ടലിൽ വന്നതിന്റെ തെളിവുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് വ്യവസായി കൈമാറിയത്. നേരത്തെ രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയാണ് SITക്ക് മൊഴി നൽകിയത്. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വ്യാപിപ്പിച്ച SIT. ഉന്നതരുടെ പങ്കിനെ കുറിച്ച് അന്വേഷണ സംഘത്തിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ N വിജയകുമാറിനെയും ശങ്കർദാസിനെയും വൈകാതെ ചോദ്യം ചെയ്യും. അതേസമയം കേസിൽ റിമാൻഡിൽ കഴിയുന്ന സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ നൽകിയ ജാമ്യ ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി. ഹർജിയിൽ മറുപടി നൽകാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിജയകുമാറിന്റെയും ശങ്കർദാസിന്റെയും പങ്കിനെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചാൽ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കും. ഇരുവർക്കും എല്ലാം അറിയാമായിരുന്നുവെന്ന് കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുണ്ട്. ഇതിനു പിന്നാലെയാണ് ഇവരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. വിജയകുമാറിനെയും ശങ്കർദാസിനെയും കേസിൽ പ്രതി ചേർക്കാത്തത് എന്തുകൊണ്ടെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. അന്വേഷണത്തിന്റെ മെല്ലപ്പോക്കിനെയും കോടതി വിമർശിച്ചു. കഴിഞ്ഞ മാസം 5-ന് ശേഷം അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല എന്നായിരുന്നു ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം തുടർ നടപടികളുണ്ടായില്ല. ട്രസ്റ്റ് അംഗങ്ങൾക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവില്ല എന്ന നിലപാടാണ് കോടതി പറഞ്ഞത്. നേരത്തെ വിജയകുമാറിനെയും ശങ്കർദാസിനെയും ചോദ്യം ചെയ്തപ്പോൾ പത്മകുമാർ ഒറ്റയ്ക്കാണ് എല്ലാ തീരുമാനവും എടുത്തതെന്നും തങ്ങൾക്ക് പങ്കില്ലെന്നുമാണ് ഇവർ പറഞ്ഞത്. കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ SIT തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് അറിയുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ട വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ അനുമതി. DGPയുടെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെയും ശുപാർശ സർക്കാർ അംഗീകരിച്ചു. ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ഡിജിറ്റൽ തെളിവുകൾ വിചാരണ കോടതി തള്ളിയത് നിസ്സാര കാരണങ്ങൾ